വടകരയിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സിപിഎമ്മിന്റെ അടിയന്തര തെരഞ്ഞെടുപ്പ് അവലോകന യോഗം. പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് പ്രമുഖ നേതാക്കൾ പങ്കെടുത്ത അസാധാരണ അവലോകന യോഗം ചേർന്നത്. നടന്നത് പതിവ് അവലോകനം മാത്രമെന്ന് സ്ഥാനാർത്ഥി കെ ശൈലജ പറഞ്ഞു. മീഡിയ വൺ ബിഗ് ഫൈറ്റ് എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന വടകരയിലെ പ്രചാരണ അവലോകനത്തിന് മുഖ്യമന്ത്രി എത്തിയത് അസാധാരണമാണ്. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് അവലോകന യോഗങ്ങളിൽ പങ്കെടുക്കാറുള്ളത്. 15 വർഷത്തിന് ശേഷം മണ്ഡലം തിരിച്ചുപിടിക്കാൻ കെ ശൈലജയെ നിയോഗിച്ച സിപിഎമ്മിന് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ സൃഷ്ടിക്കുന്ന ഓളം തലവേദനയായിട്ടുണ്ട്. അടുക്കും ചിട്ടയുമായും നടക്കുന്ന LDFന്റെ പതിവ് പ്രചാരണ രീതികളിൽ വരുത്തേണ്ട മാറ്റം, പാനൂർ ബോംബ് സ്ഫോടനം ആയുധമാക്കുന്ന UDFനെതിരെയുള്ള പ്രത്യാക്രമണം എന്നിവ യോഗത്തിൽ ചർച്ചയായി എന്നാണ് സൂചന. പിണറായി PB മെമ്പറല്ലേ, PB മെമ്പർമാർ പങ്കെടുത്തുകൊണ്ടുള്ള അദ്ദേഹം ഇപ്പം ചീഫ് മിനിസ്റ്റർ ആയതുകൊണ്ട് ചീഫ് മിനിസ്റ്റർ പങ്കെടുത്തു നിങ്ങൾ പറയുന്നേ ഉള്ളൂ. പാർട്ടി ഓരോ ഘടകത്തിലുള്ള നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ടുള്ള ഇത് റിവ്യൂ അല്ല, എങ്ങനെ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യണമെന്നുള്ളതിൻ്റെ മീറ്റിംഗ് മാത്രമാണ്. ഇപ്പോൾ ക്രിയാത്മകമായ ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒന്ന്, INSP, അതായത് നമ്മുടെ പ്രധാന എതിരാളി. അവരിൽ ചില കൊള്ളാമെന്ന ചെറുപ്പക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാ. ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വളരെ കറക്റ്റ്. ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണുകേസിലോ ഗർഭക്കേസിലോ അവരെ പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾ അവരെ കാർക്കിച്ചു തുപ്പുന്നൊരു പരിതസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു. 6 മാസത്തിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടത് എന്നിട്ട് ശുദ്ധ തെറി എഴുതുക, കേട്ടാലറക്കുന്ന തെറി. പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ എതിരഭിപ്രായം എഴുതാം, അതിനൊന്നും വിരോധമില്ല. നിങ്ങൾ പറയുന്നത് ശരിയല്ല, നിങ്ങൾ അങ്ങനെയാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടാൻ അവർക്ക് അവകാശമുണ്ട്. പക്ഷേ കേട്ടാലറക്കുന്ന തെറിക്ക് വേണ്ടി ഒരു സംഘത്തെ കൊണ്ടുവന്നിരിക്കുക. സ്ഥാനാർത്ഥിയുടെ കൂടെ വന്നതോ കൂടെ ഉള്ളതോ അവരുടെ ടീമാണ്. സ്ഥാനാർത്ഥിയുടെ അറിവോട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൊടും കുറ്റകൃത്യങ്ങളാണ്. ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷണർക്കും വരണാധികാരിക്കും പരാതി നേരത്തെ എല്ലാം ആദ്യം കൊടുത്തിട്ടുണ്ട്. ഇന്നലെ വന്ന ഈ 2-3 കാര്യങ്ങൾ അതിൽ ഇപ്പോൾ പരാതി തയ്യാറാക്കിയിട്ട് ഇന്ന് കൊടുക്കുകയാണ്.